ഓക്കെ, അപ്പോൾ നമ്മൾ കോറൽ ഡ്രോ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഫയലിൽ ന്യൂ എടുത്തിട്ട് ഓപ്പൺ ചെയ്യുക, ഒരു പുതിയ ഡോക്യുമെൻ്റ് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കോറൽ ഡ്രോ ആക്ച്വലി എന്ത് ടൈപ്പ് ഓഫ് സോഫ്റ്റ്വെയർ ആണ്? കോറൽ ഡ്രോ മീൻസ് എന്താണ്? വെക്ടറാണ്. അപ്പോൾ നമ്മൾ മാത്തമാറ്റിക്കൽ ഇക്വേഷൻസും അൽഗോരിതംസും ഷേപ്സും അങ്ങനെയുള്ള കാര്യങ്ങളും വെച്ചിട്ടാണ് നമ്മൾ കോറൽ ഡ്രോ ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ കോറൽ ഡ്രോ ഫയൽ എന്ന് പറയുന്നത് വെക്ടർ ടൈപ്പ് ഓഫ് ഫയൽസ് ആണ്. അത് കോറൽ ഡ്രോ, ഇല്ലുസ്ട്രേറ്റർ അങ്ങനെയുള്ള വെക്ടർ ബേസ്ഡ് ആയിട്ടുള്ള എല്ലാ സോഫ്റ്റ്വെയറുകളും ജോമെട്രിക്കൽ പ്രിമിറ്റീവ്സ് വെച്ചാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഒരു പുതിയ ഡോക്യുമെന്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ആദ്യം അത് ചോദിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫയലിൽ ന്യൂ എടുത്തു കഴിയുമ്പോൾ ചോദിക്കുന്ന നെയിം എന്താണ്. അപ്പം ഞാൻ മൈ ന്യൂ പ്രോജക്റ്റ് എന്ന് കൊടുക്കുന്നു, മൈ ന്യൂ പ്രോജക്റ്റ്. അതുപോലെ തന്നെ വിഡ്ത്ത് എത്ര വേണം, ഹൈറ്റ് എത്ര വേണം, അത് നമ്മുടെ വർക്ക് ഫ്ലോയ്ക്ക് അനുസരിച്ച് ഇപ്പോൾ എന്താണ് ചെയ്യുന്നതെന്നുള്ളതനുസരിച്ച്, വെബിന് വേണ്ടിയിട്ടാണോ ചെയ്യുന്നത്, അല്ല പ്രിൻ്റ് ഔട്ടിന് വേണ്ടിയിട്ടാണോ ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്താണ് നമ്മുടെ ഒരു കാർഡിന് വേണ്ടിയിട്ടാണോ ചെയ്യുന്നത്, അങ്ങനെയുള്ള പല പല ടൈപ്പ് ഓഫ് എന്താണ് നമ്മുടെ ഔട്ട്പുട്ടിന് വേണ്ടിയിട്ടുള്ള സെറ്റിങ്സിനനുസരിച്ച് അത് നമ്മൾ മാറ്റുക. അതുപോലെ തന്നെ മില്ലിമീറ്റേഴ്സ് ഉണ്ട്, പോയിന്റ്സ് ഉണ്ട്, പിക്സൽസ് ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അതിൻ്റെ അകത്തുണ്ട്. ഫീറ്റ്സ് ഉണ്ട്, കിലോമീറ്റേഴ്സ് ഉണ്ട്, എന്ത് വേണം അത് കംപ്ലീറ്റ് നമുക്ക് മാറ്റാം. അതുപോലെ നമ്പർ ഓഫ് പേജസ് ഉണ്ട്, നമുക്ക് നമ്പർ ഓഫ് പേജസ് എത്ര പേജസ് വേണം അങ്ങനെയുള്ള കാര്യം ചെയ്യാം. അതുപോലെ തന്നെ പ്രൈമറി കളർ മോഡ് ഉണ്ട്, അത് CMYK ഉണ്ട്, RGB ഉണ്ട്. നമ്മൾ പ്രിൻ്റ് ഔട്ട് ആണെങ്കിൽ എന്തായിരിക്കും? CMYK ആയിരിക്കും. സിയാൻ, മജന്ത, യെല്ലോ, K ഫോർ ബ്ലാക്ക്. ഓക്കെ, റെൻഡറിങ് റെസൊല്യൂഷൻ ഞാൻ 200 ആണ് വെച്ചിരിക്കുന്നത്. പ്രിവ്യൂ മോഡ് എൻഹാൻസ്ഡ്, സിമ്പിൾ വയർ ഫ്രെയിം, ഡ്രാഫ്റ്റ്, നോർമൽ, പിക്സൽസ്. അത് നമുക്ക് അല്ല ഡിസ്കസ് ചെയ്യാം എന്താണെന്ന്. അപ്പം നമ്മളിപ്പോൾ പ്രിവ്യൂ മോഡ് എൻഹാൻസ്ഡ് ആണ് ഇട്ടിരിക്കുന്നത്, അതായത് ഫുൾ ക്വാളിറ്റിയിലാണ് ഇട്ടിരിക്കുന്നത്. ഈ വയർ ഫ്രെയിം എന്നൊക്കെ പറഞ്ഞാൽ ക്വാളിറ്റി കുറവാണ്, സിമ്പിൾ വയർ ഫ്രെയിം കുറച്ച് ക്വാളിറ്റി കുറവാണ്, വയർ ഫ്രെയിം കുറച്ച് ക്വാളിറ്റി കൂടുതലാണ്, ഡ്രാഫ്റ്റ് കൂടുതലാണ്, നോർമൽ, എൻഹാൻസ്ഡ്, പിക്സൽസ്. അത് താഴോട്ട് വരുമ്പോൾ എന്താണ് അതിൻ്റെ ക്വാളിറ്റി കൂടി വരും. അതൊക്കെ നമ്മൾ റഫ് എടുക്കുന്ന സമയത്ത് മാത്രം ചെയ്യുന്ന പ്രോപ്പർട്ടീസാണ് ഈ സിമ്പിൾ വയർ ഫ്രെയിമിലൊക്കെ വെച്ച് ചെയ്യുന്നത്. അതാകുമ്പോൾ ഫയൽ അത്ര ഹെവി ആവത്തില്ല, അല്ലെങ്കിൽ ബാക്കിലിരിക്കുന്ന ഒബ്ജക്ട്സിനെ നമുക്ക് കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബാക്കിയുള്ള പ്രോപ്പർട്ടീസൊക്കെ ഇടുന്നത്. നമുക്കത് വരുന്ന ക്ലാസ്സുകളിൽ നോക്കാം എന്താണെന്നുള്ള കാര്യം. ഓക്കെ, പിന്നെ കളർ സെറ്റിങ്സ് ഉണ്ട്. കളർ സെറ്റിങ്സ് ഇപ്പോൾ തൽക്കാലത്തേക്ക് നോക്കണ്ട. പിന്നെ ഡിസ്ക്രിപ്ഷൻ ആണുള്ളത്, അത് നമ്മൾ തൽക്കാലത്തേക്ക് ലീവ് ചെയ്യുന്നു. ഓക്കെ, ഇത് നിങ്ങൾക്ക് അടുത്തതിൽ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്കിത് വേണ്ടെന്നുണ്ടെങ്കിൽ ഡോൺ ഷോ കൊടുക്കുക. ഇപ്പോൾ തൽക്കാലം എനിക്കൊരു പുതിയ ഡോക്യുമെന്റ് മൈ ന്യൂ പ്രോജക്റ്റ് എന്ന പേരിൽ എനിക്ക് ക്രിയേറ്റ് ചെയ്യണം. സോ ഞാൻ ഓക്കെ കൊടുക്കുന്ന സമയത്ത് മൈ ന്യൂ പ്രോജക്റ്റ് എന്നുള്ളൊരു പേരിലാണ് ഒരു പ്രോജക്റ്റ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇതിപ്പോൾ മുമ്പ് എടുത്തിട്ടുള്ള പ്രോജക്റ്റ് ആണ്. അത് വേണ്ടാന്നുണ്ടെങ്കിൽ ക്ലോസ് ചെയ്തിട്ട് നോ കൊടുക്കുക. വെൽക്കം സ്ക്രീൻ ഉണ്ട്, അത് അതിൻ്റെ ഡീഫോൾട്ടാണ്, അത് ഞാൻ റിമൂവ് ചെയ്ത് കളഞ്ഞു. ഇപ്പോൾ എൻ്റെ അതിനകത്ത് ഒറ്റ പ്രോജക്റ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് ബേസിക്കലി എന്താണ്, ഈ ടൂളിൻ്റെ പേരെന്ന് പറഞ്ഞാൽ എന്താണ്, മെനു ബാർ ആണ് ഇത്. അപ്പം ഫയലുണ്ട്, എഡിറ്റ് ഉണ്ട്, വ്യൂ ഉണ്ട്, ലേഔട്ട് ഉണ്ട്, ഒബ്ജക്റ്റ് ഉണ്ട്, എഫക്ട്സ് ഉണ്ട്, ബിറ്റ് മാപ്പ് ഉണ്ട്, ടെക്സ്റ്റ് ഉണ്ട്, ടേബിൾ ഉണ്ട്, ടൂൾസ് ഉണ്ട്, വിൻഡോ ഉണ്ട്, ഹെൽപ്പ് ഉണ്ട്, പിന്നെ പർച്ചേസ് ഉണ്ട്. അത് നമ്മൾ യൂസ് ചെയ്യില്ല. ഹെൽപ്പ് വരെയുള്ള ടാബ്സാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ കാണുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ടൂൾ ബോക്സ് ആണ്. ഇതിൻ്റെ അകത്ത് നമുക്ക് ടൂൾസ് എല്ലാം എടുക്കാം. ആ ടൂളിൻ്റെ പ്രോപ്പർട്ടീസ് എല്ലാം ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. ഈ ഒരു ഏരിയക്കകത്ത് ഇതിൻ്റെ പ്രോപ്പർട്ടീസ് ഒക്കെ വരുന്നുണ്ട്. ഇത് നമ്മുടെ വർക്ക് ഏരിയയാണ്, ഈ കാണുന്ന ലേഔട്ട്. ഈ ലേഔട്ടിൻ്റെ പുറത്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറ്റും, ഈ ലേഔട്ടിൻ്റെ പുറത്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ പ്രിൻ്റ് എടുത്താൽ കാണത്തില്ല. അപ്പം എന്ത് പ്രൊജക്റ്റാണ് നമ്മൾ കോറൽ ഡ്രോയിൽ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിലും അത് ഈ ഒരു പർട്ടിക്കുലർ ഏരിയയുടെ അകത്ത് തന്നെ നിർത്തണം. ഫൈൻ. ഓക്കെ, നമുക്ക് വളരെ ബേസിക്സിൽ തുടങ്ങാം. നമ്മൾ ഈ റൈറ്റ് ഹാൻഡ് സൈഡിൽ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒബ്ജക്റ്റ് പ്രോപ്പർട്ടീസ് ഉണ്ട്, വ്യൂ മാനേജർ ഉണ്ട്, ഗൈഡ് ലൈൻസ് ഉണ്ട്. ഓക്കെ, അത് നമുക്ക് വരുന്ന ക്ലാസ്സുകളിൽ നോക്കാം. ഇപ്പം നമ്മൾ ഈ കളർ മാത്രമേ ഇപ്പം നോക്കുന്നുള്ളൂ. ഈ ഒബ്ജക്റ്റ് പ്രോപ്പർട്ടിക്കകത്ത് തന്നെ പല പല ഡിഫറെൻറ്റ് ഔട്ട്ലൈൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, വ്യൂ മാനേജർ ഉണ്ട്, ഗൈഡ് ലൈൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പോൾ തൽക്കാലം ഒബ്ജക്റ്റ് പ്രോപ്പർട്ടി നിന്നോട്ടെ, അതിൻ്റെ അകത്ത് കളറിൻ്റെ കാര്യം മാത്രമേ ഈ ക്ലാസ്സിൽ നമ്മൾ പറയുന്നുള്ളൂ. ഓക്കെ, അപ്പം നമ്മളിവിടെ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ CMYKയിലാണ്. അതായത് ഈ ഏരിയ കണ്ടാൽ മനസ്സിലാവും, CMYK മോഡിലാണ് ഇപ്പം നമ്മൾ നിൽക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ പേജസ് ഇവിടെ കൂട്ടാനും കുറയ്ക്കാനും പറ്റും. പേജ് 1ലാണ് ഇപ്പോൾ നിൽക്കുന്നത്. റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നീ റീനെയിം പേജ്, ഇൻസേർട്ട് പേജ് ആഫ്റ്റർ പേജ് കഴിഞ്ഞിട്ട് ഇൻസേർട്ട് പേജ് ബിഫോർ ഡ്യൂപ്ലിക്കേറ്റ് പേജ്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഡിലീറ്റ് പേജ് ആണ്. അതിപ്പോൾ തൽക്കാലം എടുക്കണ്ട, അതിപ്പോൾ ഡീആക്റ്റീവ് ആണ്. അത് പേജസ് 2-3 ക്രിയേറ്റ് ചെയ്താൽ ഡിലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ സ്വിച്ച് പേജ് ഓറിയൻറ്റേഷൻ ആണ്. അതിൻ്റെ ഓറിയൻറ്റേഷൻ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഏതാണ്? 2 ടൈപ്പ് ഓഫ് ഓറിയൻറ്റേഷനാണ് നമുക്കുള്ളത്. ഏതാണ്? ലാൻഡ്സ്കേപ്പും പോർട്രേറ്റും. അതിലോട്ട് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്വിച്ച് പേജ് ഓറിയൻറ്റേഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒന്ന് ലാൻഡ്സ്കേപ്പ് ആയിട്ട് വരും, ഒന്ന് പോർട്രേറ്റ് ആയിട്ടും വരും. ഇപ്പം ഞാൻ തൽക്കാലം ഇങ്ങനെ നിന്നോട്ടെ. ഇനി നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക് ആയിട്ടുള്ള ടൂൾസ് മാത്രം നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ടൂള് പിക് ടൂളാണ്. ഫസ്റ്റ് ടൂൾ പിക് ടൂൾ, അതവിടെ നിന്നോട്ടെ. നമുക്ക് ഫസ്റ്റ് ബേസിക് ഷേപ്പിൽ നിന്ന് തുടങ്ങാം.
ഇതിൻ്റെ അകത്ത് ഒരു റെക്റ്റാങ്കിൾ ടൂൾ ഉണ്ട്, 3 പോയിന്റ് റെക്റ്റാങ്കിൾ ടൂൾ ഉണ്ട്. ആദ്യം നമുക്ക് റെക്റ്റാങ്കിൾ ടൂൾ എന്താണെന്ന് നോക്കാം. ബേസിക്കലി ഞാനിതിപ്പോൾ വരച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു കഴ്സർ സൂചിപ്പിക്കുന്ന പോലെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, ജസ്റ്റ് വരയ്ക്കുക. അത് തന്നെയാണ് അതുകൊണ്ടുള്ള യൂസ്, റെക്റ്റാങ്കിൾ ടൂൾ കൊണ്ടുള്ള യൂസ്. അതിൻ്റെ ഷോർട്ട് കട്ട് എന്ന് പറഞ്ഞാൽ F6 ആണ്. ഓക്കെ, ബേസിക്കലി ഇതിങ്ങനെ നിൽക്കും. നമുക്ക് ഈ സെലക്ഷൻ വെച്ചിട്ട് നമുക്കിങ്ങനെ സെലക്ട് ചെയ്യാം. ഒരു പ്രാവശ്യം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടാമത്തെ പ്രാവശ്യം ഒരു പ്രാവശ്യം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഏത് പൊസിഷനിൽ വേണമെങ്കിലും ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഷിഫ്റ്റ് കീബോർഡിലെ ഷിഫ്റ്റ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരേ പ്രൊപ്പോർഷനിൽ നമുക്ക് അതിനെ സ്കെയിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വലിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ഡ്രാഗ് ചെയ്യുന്ന ആ ഒരു പർട്ടിക്കുലർ ഏരിയയ്ക്ക് അനുസരിച്ചായിരിക്കും അത് സ്കെയിൽ ആവുന്നത്. സോ ഷിഫ്റ്റ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഒറ്റ ആക്സിസിൽ അല്ലെങ്കിൽ XYZ ഒരേപോലെ നമുക്ക് സ്കെയിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, ഒരു പ്രാവശ്യം കൂടെ ക്ലിക്ക് ചെയ്താൽ അതിൻ്റെ ഇത് മാറുകയാണ്. പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ അതിൻ്റെ റൊട്ടേഷനാണ്. പിന്നെ ഇത് റൊട്ടേഷനിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. എങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്യണം, മിഡ് പോയിന്റ് അനുസരിച്ച് റൊട്ടേറ്റ് ചെയ്യണോ, ഇങ്ങനെയുള്ള റൊട്ടേഷൻ ആണോ, അതുപോലെ തന്നെ താഴത്തെ മിഡ് പോയിന്റ് അനുസരിച്ച് റൊട്ടേറ്റ് ചെയ്യണോ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് വരുന്നത്. ഒന്നും കൂടെ സെൻറ്റർ എന്ന് കാണിക്കുന്നുണ്ടല്ലോ, അതിലൊന്നും കൂടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും എന്തിലോട്ട് വരും, അത് സ്കെയിലബിൾ വ്യൂയിലോട്ട് വരും. ഈ കാണുന്നതെന്ന് പറഞ്ഞാൽ X ആക്സിസും Y ആക്സിസും ആണ്. ഇപ്പം 100 കിടക്കുന്നത്. ഞാനിപ്പോൾ 200 ആക്കി കഴിഞ്ഞാൽ എന്നാൽ ആ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ നിന്നും 200 Xലോട്ട് പോകും. ഓക്കെ, Y അതേ കണക്ക് തന്നെയാണ്. 200 ആക്കി കഴിഞ്ഞാൽ Y 200ലോട്ട് പോകും. അതുപോലെ തന്നെ മൈനസ് ആക്കി കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് ആയിട്ടും പോകും. ഓക്കെ, അതുപോലെ തന്നെ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സെലക്ട് ചെയ്തിട്ട് ഞാനിപ്പോൾ 200 ആക്കിയാണ്. 200 ആക്കി കഴിഞ്ഞാൽ അതിൻ്റെ സ്കെയിൽ വാല്യൂ X ആക്സിസിലോട്ട് 200 ആയിട്ട് വരും. താഴെ കാണണ്ട, ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Y ആണ്. Y ആക്കി കഴിഞ്ഞാൽ Y ആക്സിസ് 200ലോട്ട് വരും. ഫൈൻ. അടുത്തത് ഇത് സെലക്ട് ചെയ്തിട്ട് നമുക്ക് സ്കെയിൽ ഫാക്ടർ ആണ്. അതിനെ നമുക്ക് 200 ആക്കി കഴിഞ്ഞാൽ സ്കെയിൽ ഫാക്ടർ ആയിരിക്കും വർക്ക് ചെയ്യുന്നത്. ഇത് നമുക്ക് 250 ആക്കി കഴിഞ്ഞാൽ Zയിലെ ഇതിൻ്റെ സ്കെയിൽ ഫാക്ടർ ആയിരിക്കും വർക്ക് ചെയ്യുന്നത്. പിന്നെ ഇതിങ്ങനെ ഇരുന്നോട്ടെ, ഇതിൽ ഒരു പ്രാവശ്യം ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇത് നോർമലാണ്. ഇതിൻ്റെ അകത്ത് നമുക്ക് കോർണേഴ്സ് നമുക്ക് മാറ്റാൻ പറ്റും. കർവ് ദ കോർണേഴ്സ് ഓഫ് ദ റെക്ടാങ്കിൾ വെൻ ദ കോർണർ റേഡിയസ് വാല്യൂസ് ഗ്രേറ്റർ ദാൻ 0. അപ്പോൾ ഞാൻ ഇതിനിങ്ങനെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്കിതിൻ്റെ കോർണർ വാല്യൂസ് നമുക്കൊന്ന് ചേഞ്ച് ചെയ്ത് നോക്കാം. ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ അകത്തൊരു 50 ആക്കി നോക്കാം. കണ്ടോ? അപ്പോൾ അതിനനുസരിച്ച് കോർണറിൻ്റെ വാല്യൂസ് നമുക്കിവിടെ ചേഞ്ച് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പം നമ്മൾ 20 കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു പർട്ടിക്കുലർ കോർണറായിട്ടായിരിക്കും വർക്ക് ചെയ്യുന്നത്. നമ്മുടെ ഒറിജിനൽ പിക്ചറിൻ്റെ ഇതനുസരിച്ച് അതിൻ്റെ കോർണേഴ്സ് നമുക്ക് അവിടെ മാറ്റി കൊടുക്കാൻ പറ്റും. ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്യുക, നമുക്ക് ഇഷ്ടമുള്ള വാല്യൂ കൊടുക്കുക. 5 ആണെന്നുണ്ടെങ്കിൽ 5 കൊടുക്കുക. 5 കൊടുത്തു കഴിഞ്ഞാൽ ചെറുതായിട്ട് ഈ ഒരു ഏരിയ മാത്രം വർക്ക് ചെയ്യും. ഇപ്പം ആ കാണുന്ന അതുപോലെ എല്ലാ എഡ്ജസിലും വർക്ക് ചെയ്യും. സോ ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ 25 കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ ഏരിയസിലും അങ്ങനെ വർക്ക് ചെയ്യും. ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ മുകളിൽ മാത്രമല്ല ആ ഒരു കോർണേഴ്സ് പോകുന്നത്, 2 ആക്സിസിലോട്ട്, മീൻസ് എല്ലാ ആക്സിസിലോട്ടും അല്ലെങ്കിൽ എല്ലാ എഡ്ജസിലോട്ടും ആയിരിക്കും ആ കോർണേഴ്സ് മാറുന്നത്. ഓക്കെ, അതുപോലെ തന്നെ അടുത്തതുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് അത് നമുക്ക് 25 കൊടുത്തു നോക്കാം. അത് 25 കൊടുത്തു കഴിഞ്ഞാൽ വേറെ രീതിയിലായിരിക്കും മാറുന്നത്. ഈ ഒരു ഏരിയ ഷാർപ്പാവും. ഓക്കെ, എല്ലാ ഏരിയാസും ഷാർപ്പായിട്ടായിരിക്കും വർക്ക് ചെയ്യുന്നത്. പിന്നെ ആദ്യത്തേൽ കൊടുക്കുക, റൗണ്ട് കോർണറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് അതൊരു റൗണ്ടഡ് കോർണറിലായിട്ടായിരിക്കും മാറുന്നത്. ഓക്കെ, അതിൻ്റെ വാല്യൂസ് അത് നമുക്ക് പറയാം. അത് വേറെ ടൂളുണ്ട്, ഒരു എഡ്ജ് മാത്രം നമുക്ക് ആക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് എല്ലാ എഡ്ജസും ഒരേപോലെ ആക്കുന്നതാണ് ഈ ടൂള്. ഓക്കെ, ഇതിന് നമുക്ക് 0 ആക്കി കഴിഞ്ഞാൽ വീണ്ടും പഴയ പൊസിഷനിലോട്ട് വരും. ഓക്കെ, ഇത്രയും ടൂൾ മനസ്സിലായല്ലോ. ഈ 3 ടൂൾസ് മനസ്സിലായല്ലോ. അതുപോലെ തന്നെ X, Y, Z അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം. അടുത്ത ടൂൾ എന്ന് പറഞ്ഞാൽ ഇത് ഞാൻ ഡിലീറ്റ് ചെയ്തു. അടുത്ത ടൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 പോയിന്റ് റെക്റ്റാങ്കിൾ ആണ്. അതിൽ ഒരു പ്രാവശ്യം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ റെക്റ്റാങ്കിൾ തന്നെയാണ് വരയ്ക്കുന്നത്, പക്ഷെ പോയിന്റ് വെച്ചിട്ടാണ് ഇത് വരയ്ക്കുന്നത്. 1 ഇങ്ങനെ വരയ്ക്കാം. അതുപോലെ തന്നെ നമുക്ക് ഏത് ഷേപ്പ് ഉണ്ട് ആ ആംഗിളിനനുസരിച്ച് നമുക്ക് വരയ്ക്കാം. ഇങ്ങനെ വരയ്ക്കാം, ഇങ്ങനെ വരയ്ക്കാം. ഓക്കെ, അത് നമ്മളെ ഇഷ്ടാനുസരണം നമുക്ക് ഷേപ്പ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് വരയ്ക്കാൻ പറ്റുന്നതാണ്. ഇതാണെങ്കിൽ ഈ ഒരു രീതിയിലാണ്, ഈ ഒരു രീതിയിൽ വരയ്ക്കാം. ഓക്കെ, ഇതാണെങ്കിൽ ഈ ഒരു രീതി വരയ്ക്കാം. അങ്ങനെ നമ്മൾ രണ്ടാമത്തെ ടൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്? 3 പോയിന്റ് റെക്റ്റാങ്കിളിൻ്റെ അതേ പ്രോപ്പർട്ടീസ് തന്നെയാണ്. സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. നേരത്തെ നമ്മൾ എടുത്ത അതേ പ്രോപ്പർട്ടീസ് തന്നെയാണ് റെക്റ്റാങ്കിൾ ഇതിലും ഉള്ളത്. അതുപോലെ തന്നെ സ്കെയിലിങ്ങും ട്രാൻസ്ലേഷനും എല്ലാം സെയിം തന്നെയാണ്. ക്ലിക്ക് ചെയ്യുക, ബാക്കി സെയിം പ്രോപ്പർട്ടി തന്നെയാണ്, മറ്റേതിൻ്റെ സെയിം പ്രോപ്പർട്ടി തന്നെയാണ് ഇതിലും ഉള്ളത്. ഫൈൻ. ഓക്കെ, ഇനി നമുക്കിതിനെ റിമൂവ് ചെയ്യാം. ഓക്കെ, അടുത്ത നമ്മൾ നോക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോളിഗൺ നോക്കാം. അതിൻ്റെ നമ്മുടെ എടുത്ത ടൂളിൻ്റെ റെക്റ്റാങ്കിൾ ടൂളാണ് ഇപ്പോൾ എടുത്തത്. നമുക്ക് അടുത്തത് പോളിഗൺ ടൂൾ നമുക്ക് നോക്കാം. പോളിഗൺ ടൂൾ ഒരു പ്രാവശ്യം ക്ലിക്ക് ചെയ്യുക, ജസ്റ്റ് ഡ്രാഗ് ചെയ്ത് വരയ്ക്കുക.
ഫൈൻ. അപ്പോൾ പോളിഗൺ ടൂളിൻ്റെ അകത്ത് നമുക്കിവിടെ അതിൻ്റെ ഷേപ്പ് അത് എങ്ങനെ ചേഞ്ച് ചെയ്യാൻ പറ്റും? ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതാ ഒരു പോളിഗണിൻ്റെ ഷേപ്പ് നമുക്ക് എത്രത്തോളം വേണമെന്നുണ്ടെങ്കിലും ആ ഷേപ്പ് അതിനനുസരിച്ച് നമുക്കിവിടെ ട്വീക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. കണ്ടല്ലോ, ഞാൻ 250 കൊടുത്താൽ അതിനനുസരിച്ചായിരിക്കും അത് ഷേപ്പ് മാറുന്നത്. നമ്മൾ എത്രത്തോളം കൊടുക്കുന്നു, ആ വാല്യൂ കൊടുക്കുന്നു, 8 ആണെന്നുണ്ടെങ്കിൽ 8 ആ രീതിയിലായിരിക്കും അത് നമുക്ക് അഡ്ജസ്റ്റ് ആവുന്നത്. ഫൈൻ. ഓക്കെ, നമ്മളെ ഈ ഒരു ടൂള് മാത്രമല്ല, ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഷേപ്പ് ടൂളും കൂടെ ഒന്ന് ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ പഠിക്കാം. ഷേപ്പ് ടൂള്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഷേപ്പ് അഡ്ജസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഷേപ്പ് ടൂൾ എടുക്കുക. അതായത് ഇവിടെയാണ് കിടക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഷോർട്ട് കട്ട് എന്ന് പറഞ്ഞാൽ F10 ആണ് അതിൻ്റെ ഷോർട്ട് കട്ട്. ഓക്കെ, ഞാൻ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോളിഗൺ എടുത്തു. പോളിഗണിൻ്റെ ഞാൻ എന്ത് ചെയ്തു, ഒരു ഷേപ്പ് ടൂളിൽ ആയിട്ട് കൺവേർട്ട് ചെയ്തു. അത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ അകത്ത് വെർട്ടക്സസും കാര്യങ്ങളും ഉണ്ട്. ഓക്കെ, ഓരോ വെർട്ടക്സസ് ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഓരോ പോയിന്റ്സ് ഉണ്ട്. ക്ലിക്ക് ചെയ്ത് കറക്കി കഴിഞ്ഞാൽ നമുക്ക് അതിനനുസരിച്ച് അതിനെ നമുക്ക് ട്വീക്ക് ചെയ്യാൻ പറ്റും. ഫൈൻ. അത് ഏതിലാണ് ക്ലിക്ക് ചെയ്യുന്നത് അതിൽ ക്ലിക്ക് ചെയ്ത് നമുക്കതിൻ്റെ വെർട്ടക്സസും കാര്യങ്ങളും ഒക്കെ നമുക്ക് ഫൈൻ ട്യൂൺ ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ ക്ലിക്ക് ചെയ്യുക, ജസ്റ്റ് വരയ്ക്കുക. ഓക്കെ, അപ്പം നമുക്ക് വീണ്ടും തിരിച്ച് അതേ പ്രോപ്പർട്ടിയിൽ വരണമെന്നുണ്ടെങ്കിൽ ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഈ ടൂളിൽ ക്ലിക്ക് ചെയ്യുക, പിക് ടൂളിൽ സെലക്ട് ചെയ്യുക. വീണ്ടും തിരിച്ചു പോകണമെന്നുണ്ടെങ്കിൽ വീണ്ടും ക്ലിക്ക് ചെയ്ത് ഷേപ്പ് ടൂൾ എടുക്കുക. വീണ്ടും പിക് ടൂൾ ആണെങ്കിൽ ജസ്റ്റ് ഒരു പ്രാവശ്യം ക്ലിക്ക് ചെയ്ത് ആ പിക് ടൂളിലോട്ട് തിരിച്ചു വരിക. ഓക്കെ, അപ്പോൾ എനിക്ക് ഇവിടുത്തെ ഷേപ്പ് നമുക്ക് എങ്ങനെ വേണോ ചേഞ്ച് ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെ വേണോ നമുക്ക് ചേഞ്ച് ചെയ്യാം. ആ ചേഞ്ച് ചെയ്തതിന് ശേഷം നമുക്ക് ഏത് ടൂൾ എടുക്കാം? ഷേപ്പ് ടൂളിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു പോയിന്റിന് അനുസരിച്ചായിരിക്കും നമ്മുടെ ബാക്കിയുള്ള നോട്ട്സ് കംപ്ലീറ്റ് വർക്ക് ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ ഈ കളറും കൂടെ പറയാം. അത് പ്രത്യേകിച്ച് ഒന്നുമില്ല, ജസ്റ്റ് ഒന്നിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് കളർ ആക്റ്റീവ് ആവും. ഇഷ്ടമുള്ള കളർ ഇവിടെ സെലക്ട് ചെയ്യുക. ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ആ ഒരു പർട്ടിക്കുലർ വരച്ച ഒരു പ്രോപ്പർട്ടിക്ക് അകത്തോട്ട് ആക്റ്റീവ് ആവും. ഓക്കെ, ഒന്നും വേണ്ടെന്നുണ്ടെങ്കിൽ ഇതാ ഇവിടെ ക്ലോസ് ബട്ടൺ ഉണ്ട്, ക്ലോസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ജസ്റ്റ് ഈ ക്ലോസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതങ്ങ് പോകും. ഞാൻ ഇപ്പോൾ ഏതെങ്കിലും ഒരു കളറിൽ ഇരുന്നോട്ടെ. ഇരുന്നതിന് ശേഷം തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ഷേപ്പ് ടൂൾ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് വരച്ചു തരും കഴിഞ്ഞാൽ ഇതാ കളറും കൂടെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ ഷേപ്പ് നമുക്ക് നല്ലതായിട്ട് കാണാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഒന്ന് കളർ എടുത്തത്. ഇതിപ്പോൾ ഇതിൽ ഏത് നോഡിലാണ് അല്ലെങ്കിൽ ഏത് പോയിന്റിലാണ് നമ്മൾ വെർട്ടെക്സിലാണ് സെലക്ട് ചെയ്ത് കറക്കുന്നത് അതനുസരിച്ച് നമ്മുടെ ഷേപ്പിന് ചേഞ്ച് ഉണ്ടാവും. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, ഷേപ്പ് മാറ്റുക, ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, ഷേപ്പ് അതിനനുസരിച്ച് നമുക്ക് അലൈൻ ചെയ്യാൻ പറ്റും. പിന്നെ സൂമിനും സൂം ഔട്ടും എന്ന് പറഞ്ഞാൽ ജസ്റ്റ് മിഡിൽ മൗസ് ആണ്. മിഡിൽ മൗസ് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സൂമിനും സൂം ഔട്ടും ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് നീക്കണമെന്നുണ്ടെങ്കിൽ മിഡിൽ മൗസ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പാൻ ചെയ്യാൻ പറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും. മിഡിൽ മൗസ് വെച്ച് പാൻ ചെയ്യാൻ പറ്റും. സൂമിനും സൂം ഔട്ടും ഏതാണ്? മിഡിൽ മൗസ് വെച്ച് സൂമിനും സൂം ഔട്ടും നമുക്ക് ചെയ്യാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ സൂം ഉണ്ട്, Z ആണ് അതിൻ്റെ ഷോർട്ട് കട്ട്. ഇതിൽ ക്ലിക്ക് ചെയ്ത് സൂം ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ മിഡിൽ മൗസ് യൂസ് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ പാൻ ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ H പ്രസ് ചെയ്ത് പാൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ ഒബ്ജക്റ്റിനെ ഞാൻ ട്വീക്ക് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷേപ്പ് ടൂൾ വെച്ചാണ് ഞാനിപ്പോൾ അഡ്ജസ്റ്റ് ചെയ്തത്. ഫൈൻ. അടുത്ത നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ റിമൂവ് ചെയ്ത് കളഞ്ഞിട്ട് ഞാൻ ഡിലീറ്റ് ചെയ്യുക. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, ഡിലീറ്റ് ചെയ്യുക. ഓക്കെ, അടുത്ത നോക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്റ്റാർ ടൂളാണ് നോക്കുന്നത്. സ്റ്റാർ ഡീഫോൾട്ടായിട്ട് അവർ നമുക്ക് ഈ കഴ്സറിൻ്റെ കൂട്ടത്തിൽ തന്നെ സ്റ്റാറിൻ്റെ ഷേപ്പ് തന്നിട്ടുണ്ട്. അത് തന്നെയാണ് ഒരു സ്റ്റാറിൻ്റെ ഷേപ്പ്. ഓക്കെ, ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ ഇതിനെ നീക്കി സെൻറ്ററിലോട്ട് കൊണ്ടുവച്ചു. അപ്പോൾ സ്റ്റാർ ടൂളിൻ്റെ അകത്ത് സെയിം ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് അതിൻ്റെ ഷേപ്പ് നമുക്ക് ഇഷ്ടമുള്ള പോലെ നമുക്ക് ചേഞ്ച് ചെയ്യാം. കാരണം ഓക്കെ, ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. സ്റ്റാർ ടൂളിൻ്റെ ഓപ്ഷൻ എത്രയും തിരിച്ച് വാല്യൂസ് കൊണ്ടുവരും, അതിൻ്റെ ഷേപ്പ് അങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. ഓക്കെ, ഇത് സ്കെയിൽ ചെയ്യാനും കുറച്ചും കൂടെ അതിൻ്റെ പോയിന്റ്സ് കൂടുതൽ മാറിയിട്ട് വേറെ ഷേപ്പിലോട്ട് കൺവേർട്ട് ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ രണ്ട് ടൂളും നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിപ്പോൾ വേറൊരു ഷേപ്പായി ഞാൻ ഒരു കളർ കൊടുക്കണമെന്നുണ്ടെങ്കിൽ എനിക്കൊരു കളർ ഇതിൽ കൊടുക്കാം. സെയിം പ്രോപ്പർട്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഏതാണ്? ഷേപ്പ് ടൂളാണ്. ഷേപ്പ് ടൂൾ വെച്ചിട്ട് നമുക്ക് ഓരോന്നായിട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ വേറെ രീതിയിലുള്ള ഷേപ്സ് നമുക്ക് കൊണ്ടുവരാൻ പറ്റും ഇതിൻ്റെ അകത്ത്. ഓക്കെ, അപ്പോൾ നമുക്ക് വീണ്ടും തിരിച്ചു വരണമെന്നുണ്ടെങ്കിൽ വീണ്ടും ഇതിൽ സെലക്ട് ചെയ്യുക. വീണ്ടും നമുക്ക് വേറെ ഷേപ്പ് ആണെന്നുണ്ടെങ്കിൽ ഈ ഷേപ്പ് നമുക്ക് ഇതിൽ കൊണ്ടുവരാം. എന്നിട്ട് വീണ്ടും തിരിച്ച് അതിലോട്ട് പോയിട്ട് ഷേപ്പ് ടൂൾ വെച്ചിട്ട് വീണ്ടും നമുക്ക് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പോയിന്റ് കിട്ടുമെന്നുണ്ടെങ്കിൽ ആ പർട്ടിക്കുലർ പോയിന്റിൽ സെലക്ട് ചെയ്തിട്ട് നമുക്ക് വീണ്ടും നമ്മുടെ ഷേപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഫൈൻ. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത ടൂൾ നമ്മൾ നോക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാർ കഴിഞ്ഞ് കോംപ്ലക്സ് സ്റ്റാർ ടൂളാണ്. കോംപ്ലക്സ് സ്റ്റാർ ടൂൾ അത് ജസ്റ്റ് ഒരു പ്രാവശ്യം ക്ലിക്ക് ചെയ്യുക, വരയ്ക്കുക. അതും സെയിം പ്രോപ്പർട്ടി തന്നെയാണ്. അത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ആ സ്റ്റാറിൻ്റെ ഷേപ്പ് നമുക്ക് ട്വീക്ക് ചെയ്യാൻ പറ്റും. വാല്യൂ മാറുന്നതനുസരിച്ച് അതിൻ്റെ ഷേപ്പ് നമുക്ക് ട്വീക്ക് ചെയ്യാൻ പറ്റും.
ഓക്കെ, ഈ പ്രോപ്പർട്ടി എല്ലാം എക്സും വൈയും സിയും സ്കെയിലൊക്കെയാണ്. അതുപോലെ തന്നെ നമുക്ക് ഇത് അഡ്ജസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഷാർപ്പ്നെസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഷാർപ്പ്നെസ് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ കളർ കൊടുത്താലൊക്കെ വ്യക്തമായിട്ട് അറിയാൻ പറ്റും. ഷാർപ്പ്നെസ് അഡ്ജസ്റ്റ് ചെയ്യാം. വാല്യൂ കുറയ്ക്കണമെങ്കിൽ വാല്യൂ കുറയ്ക്കാം. അപ്പോൾ ഷാർപ്പ്നെസ് ഇതാണ് ഇതിൻ്റെ ഇടയിലുള്ള സംഭവമാണ് വർക്ക് ചെയ്യുന്നത്. ഞാനൊരു 15 കൊടുത്താൽ കറക്റ്റായിട്ട് മനസ്സിലാവും. ഈ ഒരു ഷാർപ്പ്നെസ് ആണ് അതിൽ വർക്ക് ചെയ്യുന്നത്. ആ ഒരു ഏരിയക്കകത്തുള്ള ഡിഫറൻസിയേഷനാണ് ഇവിടെ നമ്മൾ കാണുന്നത്. 0 അടിച്ചു കഴിഞ്ഞാൽ വീണ്ടും പഴയ പോലെ വരും. ഇതും 0 അടിച്ചു കഴിഞ്ഞാൽ പഴയ സ്റ്റാറിൻ്റെ പ്രോപ്പർട്ടിയിലോട്ട് വരും. ഓക്കെ, നമ്മളിത് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും പ്രോപ്പർട്ടിയിട്ട് മാറിയിട്ട് വേറെ രീതിയിൽ അതിൻ്റെ പ്രോപ്പർട്ടി അഡ്ജസ്റ്റ് ആവും. ഓക്കെ, അതുപോലെ തന്നെ ഇതും നമുക്ക് സെയിം ഷേപ്പ് പ്രോപ്പർട്ടി വെച്ച് തന്നെ നമുക്ക് ഇതിനെ അഡ്ജസ്റ്റ് ചെയ്യാം. ഏത് രീതിയിലുള്ള ഷേപ്പ് വേണമെങ്കിലും നമുക്ക് ഇതിങ്ങനെ കറക്കി കൊടുത്താൽ അതിൻ്റെ ഷേപ്പ് മാറി വേറൊരു ഷേപ്പിലോട്ട് പോകുന്നതായിട്ട് കാണാം. ഓക്കെ, അതിപ്പോൾ എങ്ങനെയൊക്കെയാണ് നമുക്ക് യൂസ് വരണമെന്ന് പറയാൻ പറ്റില്ല. ലോഗോ ഒക്കെ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ നമ്മളെ ഇത് സഹായിക്കും. അത് എപ്പോഴാണെന്നുള്ള കേസ് നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല. അത് നമ്മൾ വർക്ക് ചെയ്ത് വരുമ്പോൾ ഒരു ഐഡിയ കിട്ടും എന്താണെന്ന്. ഓക്കെ, അടുത്ത് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഞാൻ റിമൂവ് ചെയ്യണം. ഇത് ഞാൻ ക്ലിക്ക് ചെയ്യുന്നു, ഡിലീറ്റ് ചെയ്ത് കളയുന്നു. ഫൈൻ. നമുക്ക് അടുത്ത യൂസ് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പൈറൽ എന്ന് പറഞ്ഞതാണ് ഓപ്ഷൻ. സ്പൈറൽ എന്ന് പറഞ്ഞാൽ നമുക്ക് യൂസ് ചെയ്ത് റിമൂവ് ചെയ്ത് കളഞ്ഞിട്ട് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സ്പൈറലിൻ്റെ ടൈപ്പ് ഓഫ് ഒരു ഒരു ഷേപ്പാണ് നമുക്ക് വരുന്നത്, വെക്ടർ ഷേപ്പ്. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, നമുക്ക് ഷേപ്പിൽ തന്നെ പോവാം. ഷേപ്പ് ടൂളിൽ പോയിട്ട് നമുക്ക് ഇതിൻ്റെ ഷേപ്പ് നമുക്ക് കുറച്ചും കൂടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാം. ഓരോ ഷേപ്പ് ബൈ ഷേപ്പായിട്ട് നമുക്ക് നേരത്തെ അഡ്ജസ്റ്റ് ചെയ്ത പോലെ തന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് അഡ്ജസ്റ്റ് ചെയ്യാം. ഈ ടൂൾ വെച്ച് തന്നെ, ഷേപ്പ് ടൂൾ വെച്ച് തന്നെ നമുക്ക് ഓരോ ഷേപ്പ് ബൈ ഷേപ്പായിട്ട് നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഷേപ്പ് ടൂളിനനുസരിച്ച് നമുക്ക് ആ ഒരു ടൂളിൻ്റെ ഇത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഏത് ഷേപ്പിൽ വരണം ആ ഷേപ്പിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിപ്പോൾ ഫോട്ടോഷോപ്പിലെ ഒരു പെൻ ടൂളിൻ്റെ ഒരു ഇതാണ്. അത് നമുക്ക് വിശദമായിട്ട് വരുന്ന ക്ലാസ്സുകളിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, എന്താണ് ഇതിൻ്റെ അകത്തെ പ്രോപ്പർട്ടീസ് എന്നുള്ള കാര്യം നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഏകദേശം ഒരു ഐഡിയ കിട്ടിയല്ലോ എന്താണെന്നുള്ള കാര്യം. ഓക്കെ, ഇതിനെയും കൂടെ ഞാൻ റിമൂവ് ചെയ്യുന്നു. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ 2 ടൂള് നമ്മൾ നോക്കാനുണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ എലിപ്സ് ടൂളാണ്. സാധാരണ ഒരു എലിപ്സ് ടൂള്, നോർമലി നമ്മൾ വരയ്ക്കുന്ന ഒരു എലിപ്സ് ടൂള്. എലിപ്സ് ടൂള് വരച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് 3 ഷേപ്പ് ഉണ്ട്. ഒന്ന് നോർമലും എലിപ്സും, ഒന്ന് പൈയും, ഒന്ന് ആർക്കും. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പൈയുടെ ഒരു ഷേപ്പ് വരും. അതിന് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് വാല്യൂ കൊടുത്ത് നമുക്ക് അലൈൻ ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ വാല്യൂ എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ 450 കൊടുത്തു കഴിഞ്ഞാൽ അതിനനുസരിച്ച് ആ ഒരു ഷേപ്പ് ഇവിടെ അലൈൻ ആവും. ഓക്കെ, അതിൻ്റെ വാല്യൂ കൂട്ടുന്നതും കുറയ്ക്കുന്നതനുസരിച്ച് അതിൻ്റെ ഷേപ്പ് നമുക്ക് ഇതിൻ്റെ അകത്ത് അലൈൻ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അതാ ഈ ഒരു വാല്യൂ കൂട്ടുന്നതും കുറയ്ക്കുന്നതനുസരിച്ച് അതിൻ്റെ ഷേപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. ഇപ്പോൾ 280 ആണ്, ഞാനൊരു 800 കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഷേപ്പ് അത് ഫില്ലാവാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് ഞാനിപ്പോൾ ഒരു -800 കൊടുത്താലോ തിരിച്ചു വരും. അതുപോലെ തന്നെ നമുക്കൊരു ഈ ഒരു ആംഗിളിൻ്റെ അകത്ത് നമുക്കൊരു 50 കൊടുത്തു കഴിഞ്ഞാൽ ആ 50 ആയിട്ടായിരിക്കും അവിടെ വന്ന് നിൽക്കുന്നത്. ആ പൈ ഷേപ്പിൽ അത് നമുക്കത് മെയിൻറ്റെയിൻ ചെയ്ത് തരും. അതിൻ്റെ തൊട്ടടുത്തൊരു ആർക്ക് ടൂളുണ്ട്. അതൊരു ആർക്കായിട്ടായിരിക്കും ബിഹേവ് ചെയ്യുന്നത്. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, വാല്യൂ കൊടുത്താൽ അതൊരു ആർക്കായിട്ടായിരിക്കും അത് ബിഹേവ് ചെയ്യണത്. ഫൈൻ. ഓക്കെ, വീണ്ടും ഞാൻ പൈയിലോട്ട് വന്നു. ഇനി നമ്മൾ ചെയ്യുന്ന സെയിം പ്രോസസ്സാണ്. ആ ഷേപ്പ് എടുക്കുന്നു, ഷേപ്പിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഷേപ്പിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ അത് പൈ ഇത് മാറിയിട്ട് അതൊരു ആർക്കായിട്ട് വരും. വീണ്ടും നമുക്ക് പൈ വാല്യൂ പൈയുടെ അത് എടുത്തു കഴിഞ്ഞാൽ അതനുസരിച്ച് അത് നമുക്ക് വീണ്ടും ട്വീക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ വാല്യൂസിനനുസരിച്ച് അത് നമുക്ക് 3 ഷേപ്സും വെച്ചിട്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ട്വീക്ക് ചെയ്യാൻ പറ്റും. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ഷേപ്പ് വെച്ചിട്ടും നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പ് ഏത് ഷേപ്പാണ് വേണ്ടത് ആ ഒരു ഷേപ്പ് നമുക്ക് ഇതിൻ്റെ അകത്ത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. കളർ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് നമുക്ക് ഇഷ്ടമുള്ള കളർ നമുക്ക് അതിൻ്റെ അകത്ത് കൊടുക്കാൻ പറ്റും. ഫൈൻ. നമ്മൾ തുടങ്ങുന്ന ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു തരുന്നത് വയർ ഫ്രെയിം എന്താണ്, സിമ്പിൾ വയർ ഫ്രെയിം എന്താണ്, ഡ്രാഫ്റ്റ് എന്താണ്, നോർമൽ എന്താണ്, എൻഹാൻസ്ഡ് എന്താണ്, പിക്സൽസ് എന്താണെന്ന് ഞാൻ പറഞ്ഞു തരുന്നല്ലോ. അപ്പോൾ അതെന്താണെന്ന് കൂടെ നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ഞാനൊരു പിക്ചർ നമുക്ക് ഡ്രാഗ് ചെയ്തിടാം. ഓക്കെ, ഈ ഒരു പിക്ചറിൻ്റെ അകത്ത് ഇതിപ്പം വ്യൂവിൻ്റെ അകത്ത് കിടക്കുമ്പോൾ ഇത് എൻഹാൻസ്ഡ് ആയിട്ടാണ് കിടക്കുന്നത്. സിമ്പിൾ വയർ ഫ്രെയിം ആണെങ്കിൽ ഇങ്ങനെ കിടക്കും. പക്ഷെ നമുക്ക് വർക്ക് ചെയ്യുമ്പോൾ ഈസി ആയിട്ട് കുറച്ചും കൂടെ ഫ്രീ ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. കാരണം ഇതിൻ്റെ സൈസൊക്കെ അവർ കുറച്ചിട്ടാണ് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് എന്തെന്ന് പറയാം, വയർ ഫ്രെയിം എന്ന് പറയാം. അല്ല, സിമ്പിൾ വയർ ഫ്രെയിം എന്ന് പറയാം. വയർ ഫ്രെയിം ആകുമ്പോൾ അതിൻ്റെ കുറച്ചും കൂടെ ക്വാളിറ്റി കൂടും. ഓക്കെ, ഡ്രാഫ്റ്റ് ആകുമ്പോൾ സ്വല്പം കൂടെ ക്വാളിറ്റി കൂടും, പക്ഷേ ഇവിടെ പിക്സലേറ്റ് ആവുന്നുണ്ട്. അതുപോലെ തന്നെ നോർമൽ ആകുമ്പം കുറച്ചും കൂടെ ക്വാളിറ്റി വന്നു. എൻഹാൻസ്ഡ് ആകുമ്പം നമ്മുടെ ക്വാളിറ്റി ആയി. പിക്സൽസ് ആകുമ്പോൾ പിക്സൽ ക്വാളിറ്റിയിലോട്ട് അത് മാറും.
അപ്പം ഇതാണ് ഇതിൻ്റെ വ്യത്യാസം. ഒന്നുമില്ല, ക്വാളിറ്റി കൂട്ടാനും കുറയ്ക്കാനും വേണ്ടിയിട്ടാണ് ഈ ഒരു സംഭവം നമ്മൾ യൂസ് ചെയ്യുന്നത്. പുതിയ ഇല്ലുസ്ട്രേറ്ററിൽ അവർ ഡീഫോൾട്ടായിട്ട് ഇന്ന് ഞാൻ യൂസ് ചെയ്യുന്ന ഇല്ലുസ്ട്രേറ്ററിൽ പുതിയതായിട്ട് അവർ തന്നിട്ടുണ്ട്, ഓട്ടോമാറ്റിക്കായിട്ട് ഫയൽ എടുക്കുമ്പോൾ തന്നെ നമുക്ക് തീരുമാനിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ മാറിയാണ് കൊടുത്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ അത് നമുക്ക് തിരിച്ചിട്ട് പഴയ ഇതിൽ നമുക്ക് പോകാൻ പറ്റും. ഓക്കെ ഓക്കെ അപ്പോൾ നമ്മൾ എൻഹാൻസിൽ തന്നെ ഇടുക, അതാണ് നമ്മുടെ ഫൈനൽ മോഡ്. അപ്പോൾ നമ്മൾ എൻഹാൻസിൽ തന്നെ ഇട്ട് നമുക്ക് വർക്ക് ചെയ്യാം. ഓക്കെ അപ്പോൾ നമ്മൾ ഇന്ന് നോക്കിയെന്ന് പറഞ്ഞാൽ ഒന്ന് ഷേപ്പ് നോക്കി, ഓക്കെ ബേസിക് ആയിട്ടുള്ള കാര്യം നോക്കി, ഷേപ്പ് നോക്കി, പിന്നെ നോക്കിയെന്ന് പറഞ്ഞാൽ എലിപ്സ് നോക്കി, 3 പോയിന്റ് എലിപ്സ് നോക്കി, പോളിഗൺ നോക്കി, സ്റ്റാർ നോക്കി, കോംപ്ലക്സ് സ്റ്റാർ നോക്കി. കോറൽ ഡ്രോയുടെ ഈ ഒരു പാഠഭാഗം നിങ്ങൾക്ക് ഉപയോഗപ്രദമായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും കമൻറ്റ്സ് ഉണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അതിനനുസരിച്ച് എൻ്റെ വരുന്ന ട്യൂട്ടോറിയൽസിന് മാറ്റം വരുത്താം. അപ്പോൾ ഈ ഒരു ട്യൂട്ടോറിയൽ നിങ്ങൾക്ക് ഉപയോഗപ്രദമായി എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ കൂടുതൽ കോറൽ ഡ്രോ ട്യൂട്ടോറിയൽസിന് വേണ്ടിയിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, ലൈക്ക് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ ഗ്രേറ്റ് ഡേ.